ഒരു പക്ഷേ അത് ഭാവിയിലെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാംസ്കാരിക സംഘാടനത്തിലേക്കുള്ളൊരു ചുവടുവയ്ക്കുമായിരിക്കും അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ കുറേ വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. ഞാൻ ശരിയല്ല എന്ന് ചിലപ്പോൾ സമ്മതിക്കേണ്ടി വരും. ആളുകളോട് യുദ്ധം ചെയ്ത് ഗന്ധപ്രതിഷ്ഠ ഉണ്ടായപ്പോൾ ആ ഗന്ധപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ആദ്യം സമർപ്പിക്കപ്പെട്ട പുസ്തകം ചിലപ്പോൾ മനുഷ്യന് നിയോഗം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ശ്രീനാരായണ ഗുരുകുലത്തിലൂടെ ഒരു സമാഹാരം. അത് വന്ന വഴി അരുൺ വഴിയാണ്. അരുണും ഇപ്പോഴിവിടെ ഉണ്ട്. മുനിനാരായണ പ്രസാദ് എഴുതി ഒപ്പിട്ട് ഇന്നത്തെ നാരായണ ഗുരുകുലത്തിൻ്റെ അധിപൻ കൊടുത്തയച്ച ഒരു പുസ്തകം. പിന്നീട് ഓരോ ദിവസവും നവപുരം ഊർജ്ജസ്വലമായി നടന്നു. ഒരുപക്ഷെ കോവിഡ് മനുഷ്യരെ ഇങ്ങനെ തിന്നൊടുങ്ങുമ്പോൾ, നമ്മുടെ നിതീഷിനൊക്കെ അറിയാം, കോവിഡിന് പിന്നാലെ നടന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് അദ്ദേഹം. അപ്പോൾ പിന്നീട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒറ്റയും തെറ്റയുമായി വരാൻ തുടങ്ങി. ലോകത്തിലെ പല പ്രസിദ്ധീകരണങ്ങളും ഭാരതത്തിലെ പല പ്രസിദ്ധീകരണങ്ങളും നവപുരത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. നവപുരം ആളുകളുടെ മനസ്സിലേക്ക്, ചിന്തിക്കുന്ന മനുഷ്യരുടെ മനസ്സിലേക്ക് നവപുരം എത്തിപ്പെട്ടു. നമ്മൾ ശരിയായിട്ടുള്ളൊരു ബോധത്തിൻ്റെ, അതായത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു ബോധത്തെക്കുറിച്ചാണ്, അബ്സല്യൂട്ടായിട്ടുള്ള ഒരു സത്യത്തെക്കുറിച്ചാണ് നാരായണഗുരു പറയുന്നത്. ആ സത്യത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാരായണഗുരു. അല്ലെങ്കിൽ ആ സത്യമായിട്ടിരിക്കുന്നതാണ് നാരായണഗുരു. ആ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആര്? ഗാന്ധിജി. ഇപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ ചിന്തയുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഗാന്ധിജിക്ക് അറിയാം. ഗുരുവിൻ്റെ മുന്നിൽ വന്ന് ഗുരുവിനോട് ഈ ആശയങ്ങൾ പറയുമ്പോൾ ഗാന്ധിജി മനസ്സുകൊണ്ട് സറണ്ടർ ആയിരിക്കുന്നു എന്നുള്ളതാണ്.